It's me, Binla Verghese from Ashbury. ഇന്ന് കുറേ അധികം പേരെങ്കിലും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് OETയിലെ ബി സ്കോർ സ്പീക്കിങ്ങിന് അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത്. എങ്ങനെ നമുക്ക് OET സ്പീക്കിംഗ് ബി സ്കോർ ലഭിക്കുവാനായിട്ട് സാധിക്കും? അതിന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില പോയിന്റുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി നിങ്ങൾക്ക് കിട്ടുന്നതായ പ്രിപ്പറേഷൻ ടൈം 3 minutes നന്നായിട്ട് വായിക്കുക. നിങ്ങൾ ആ സിനാരിയോ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. ആരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്, അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ടാസ്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതാണ് നിങ്ങളുടെ ആദ്യത്തെ ഒരു ഫസ്റ്റ് ആൻഡ് ഈസി ടിപ്പ്. രണ്ടാമതായി ട്രൈ ടു മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുമായിട്ട് ഒരു ഐ കോണ്ടാക്റ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. മൂന്നാമതായിട്ട് ട്രൈ ടു യൂസ് പോസിറ്റീവ് ലാംഗ്വേജ്. എപ്പോഴും പോസിറ്റീവായിട്ട്, അതായത് പേഷ്യൻ്റ് പറയുന്ന പേഷ്യൻ്റെ കൺസേണിനെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ പോസിറ്റീവായിട്ട് കംഫോർട്ട് ചെയ്യിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വിജയിച്ചു. നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ടാസ്ക് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. എങ്കിലും നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് പേഷ്യൻ്റ് നമ്മളോട് എന്താണോ ആവശ്യപ്പെടുന്നത് അതിന് ഒരു കംഫർട്ട് സോണിൽ അവരോട് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ നമ്മൾ പകുതിയിലധികം നമ്മുടെ സ്പീക്കിംഗ് ജയിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക. താങ്ക് യു.